ഗുഡ് മോർണിംഗ്. ആമിക്കുട്ടി ഇന്ന് നേരത്തെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ന് സ്കൂള് അടയ്ക്കുന്ന ദിവസമാണ്. അപ്പോൾ ആമി രാവിലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കണം, എൻ്റെ ഡേ ഇൻ മൈ ലൈഫാന്നൊക്കെ. എണീറ്റ് എന്നല്ലേ നല്ല കുട്ടിയായിട്ട്. എന്നിട്ട് പോയിട്ട് ഫ്രഷായി വന്നിട്ട് ഒന്ന് ബുക്സൊക്കെ നോക്കിക്കോ കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ നല്ല ഉപ്പിലിട്ട മാങ്ങ എടുക്കുകയാണ്. നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലേ? ബസ്സിൽ. ബസ്സിൽ, അതെ ശരിയാ. ഇതിപ്പോൾ ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടും ഒരു കണ്ണിമാങ്ങയൊക്കെ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഞാനൊരു മാങ്ങ കൊണ്ടുവരാം. അത് മാത്രമല്ല, ഇവർ ബസ്സിൽ നിന്നില്ലേ ഭയങ്കര രസമാണല്ലോ നിങ്ങളുടെ ബസ്സിലെ യാത്ര. തിരിച്ചു വരണം മതിയോടാ? മതി. ഓക്കെ, അപ്പോൾ ബസ്സിൽ നിന്ന് ഇവർ നല്ല രസമായിട്ട് എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ച് അല്ലേ? കുറച്ചധികം സമയം ആവും ഇവിടെ എത്തണം. കുറച്ച് ഞാൻ ഒരു 5:30 ആവും. സാധാരണ സ്കൂൾ വിട്ട് വരാനുണ്ടോ? പക്ഷെ ഇന്നിപ്പം ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. ഞാൻ അല്ലെങ്കിൽ നടന്നു വരും, പക്ഷെ ഇന്ന് നടന്നു വരുന്നില്ല. അപ്പം ആ സമയത്ത് ആമി ഇതേപോലെ ഇങ്ങനത്തെ ഇവരെ കൊണ്ടുപോകും. എന്നിട്ട് എല്ലാവരും കഴിക്കും. നല്ല രസമാണെന്ന് പറയുന്നേക്കാം അല്ലേ ബസ്സിലെ ആ ഒരു വൈകുന്നേരത്തെ യാത്ര. പിന്നെ അതൊക്കെയാണ് പരിപാടി. അപ്പം ആമിക്ക് ഞാനിവിടെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതും കൂടെ കഴിച്ച് ഇനി സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടി നോക്കണം. നീ നോട്ട്സൊക്കെ നോക്കിയില്ലടാ? ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ പൊരിച്ചതും പിന്നെ പത്തിരിയാണ്. അപ്പം ഇനി ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഓക്കെ, കഴിച്ചോ. മഞ്ഞ് പെയ്യുന്നുണ്ട്, നല്ല മഞ്ഞിട്ടല്ലേ ഇന്ന്? നല്ല മഞ്ഞുള്ള ദിവസമാണ്. അപ്പോൾ ആമീൻ്റെ പരിപാടി കഴിഞ്ഞ് ആമി ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. ഇതോടെ ആമീൻ്റെ 5th ക്ലാസ് കഴിഞ്ഞില്ല ആമി? ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം. അതെ, അതൊക്കെയാണ് ആമീൻ്റെ ഏറ്റവും വലിയ സാധനം. ഇതൊക്കെ ഇവിടേക്ക് ഫുൾ മഞ്ഞ. എന്താ? നമ്പ്യാർവട്ടല്ലേ? നല്ല സ്മെല്ലുള്ള പൂവുള്ളത്. അത് ഏതെങ്കിലും ഒന്നിനെ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. സ്പ്രേ. നമ്മളെ ബസ് പോവും. പാപ്പൊക്കെ ഉറങ്ങാണ്. അപ്പം നമ്മൾ അബ്ബയുള്ള സമയത്ത് പാപ്പുവിനെ വീട്ടിലാക്കിയിട്ടാണ് പോവല്. പാപ്പു എണീച്ചാല് ഞാൻ ഒറ്റയ്ക്ക്. ഇത് മൾബറിയാണ്. ഇവിടെ കുറേ മൾബറി വീട്ടിൻ്റെ നെയ്ബറിൻ്റെ വീട്ടിലുള്ളതാണ്. നിറച്ചുണ്ടായിട്ടുണ്ട് ഇവിടെ. ബ്ലാക്ക് കളർ ഉണ്ടോ? ഇതിപ്പോൾ ഗ്രീന്. മൾബറി പോണ വഴിയിലെ വിശേഷങ്ങളാണല്ലേ? ഇത് മൾബറിയാണ്. ഈ വഴിയിലെ കാട്ടിനോടും ചെടികളോടൊക്കെ കഥ പറഞ്ഞിട്ടാണ് ആമി സ്കൂളിൽ പോവുക. ചെറുതായിട്ട് ഇവിടെ കാപ്പിപ്പൂവ് ഉണ്ടായാലും എന്തുണ്ടായാലും അല്ലേ ആമി? ആമി നോക്കി വെച്ചിട്ടുണ്ട് കണിക്കൊന്ന് പറിക്കാറില്ലേ? കുരുവിന് വഴിയിലുള്ള എല്ലാം അവളെ ബസ്സും. ആമി ഇവിടെ നിന്ന് ഇടയ്ക്കൊക്കെ പറിക്കാറുണ്ട് കേട്ടോ. അവളുടെ സ്കൂളിലെ ബസ്സിലെ ഡ്രൈവർ മാമന് കൊടുക്കാൻ ആൻറ്റിക്കൊക്കെ അല്ലേ? തലയിലൊക്കെ പൊടി പൂക്കളൊക്കെ പറിച്ചിട്ട് സ്കൂളിലെത്തുമ്പോഴേക്കിനും ഈ വഴിയിലുള്ള കാഴ്ച. ഇങ്ങനെയാണോ സ്കൂളിൽ പോകാറ്? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയാണോ സ്കൂളിൽ പോകാറ്? ഞങ്ങൾ പെട്ടെന്ന് പോകും. ഞങ്ങൾ പിന്നെ കുറച്ച് സ്ലോയില് നേരത്തെ നമ്മൾ പോകും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ഇന്ന് അവളുടെ വഴിയിലെ വിശേഷങ്ങളൊക്കെ പറയാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരു ചാമ്പക്കമരം ഉണ്ടാവലുണ്ട് അല്ലേ ആമി? ഇതാ അപ്പൊ ആമി ഇറക്കി നോക്കിയിട്ടാറുണ്ട്. നല്ല ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് സ്കൂൾ മെമ്മറിയിലുള്ള അല്ലേ? നമ്മൾ റോഡിലെത്തിട്ടോ. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്, നിറച്ച് മാങ്ങയുള്ള. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ആമി പോകുന്ന വഴിയിലല്ലേ ആമി? അപ്പം നമ്മളവിടെ നിൽക്കുമ്പോൾ ഫുൾ കണ്ണിമാങ്ങയൊക്കെ ഇങ്ങനെ. നമുക്ക് റോഡ് ക്രോസ് ചെയ്തേക്കാം. ഇതിൻ്റെ ഫ്രണ്ടാണ് അല്ലേ? ഇവിടെ നിന്ന് കയറുന്നവരെ ഒരുമിച്ചാണ് കയറുക. അപ്പം ഇനി സോഷ്യൽ. പിന്നെ എന്താ നിനക്ക് പറയാനുള്ളത്? എന്നും കാണുന്ന ആൾക്ക് അവള് ചിരിക്കും, അല്ലെങ്കിൽ അവള് സംസാരിക്കട്ടോ. ഇവരുടെ കണ്ണിമാങ്ങൊക്കെ ഇതാ താഴെ ഇങ്ങനെ.
അല്ല ഇവര് സ്കൂളിൽ പോകുമ്പോൾ കാണുന്നത്. അപ്പം ബസ് വന്നിട്ട് നമ്മൾ പോകൂലേ. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ ബൈ. ഓക്കെ, ഇനി അടുത്ത വർഷം കാണാം. ഓക്കെ, ബൈ ബൈ. പാപ്പു ഇവിടെ പോണേ. അമ്മിനെ കൂട്ടി നെപ്പിന്റെ അടുത്ത് പോയി നമ്മള് വേറെ സ്ഥലത്തൊന്ന് പോവാണ്. ആണോ? നെപ്പിന്റെ അടുത്താണോ പോണേ? അല്ലല്ലോ, നമ്മളിപ്പം ആമീനെ കൂട്ടാൻ വേണ്ടിട്ട് സ്കൂളിൽ പോവാ. അമ്മിനെ മുട്ടിട്ട് നെപ്പിനെ നോക്കി കണ്ടിട്ടൊന്ന് വന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോവും. ഓക്കേ, എന്നാ പോവല്ലേ? അതല്ല ചോദിക്കാൻ പോണെ നമ്മള് ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് ചോദിക്കാൻ പോകണം. ആയിക്കോട്ടെ, എന്നാ അമ്മേനെ വിളിക്കട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? പാപ്പൂച്ച് എവിടെയാ പോകുന്നത്? ആമീനെ ബർഗർ വാങ്ങി കൊടുത്ത് ആമീനെ സ്കൂളിൽ വിട്ട് നമ്മള് ഫ്രഞ്ച് ഫ്രൈസും ദോശയും കഴിച്ചു വരും. അതെ, നമ്മൾ ആമീനൊക്കെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പോവാണ്. പിന്നെ ആമീന്റെ എക്സാം ഒക്കെ കഴിയുന്ന ദിവസം കേട്ടോ. കുറേ ദിവസത്തിന് ശേഷം ആമി ഒന്ന് ഫ്രീ ആവും. ഞാനും നമ്മളെല്ലാരും. കാരണം എന്താ വെച്ചാൽ എക്സാം ആയതുകൊണ്ട് എല്ലാരും ആ ഒരു ടാസ്കിലായിരുന്നു കേട്ടോ. പച്ചയുള്ള സാധനമില്ല, മൾബറി കഴിച്ചു കിട്ടി. അപ്പൊ രാവിലെ അമ്മീന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആള് ഇതൊക്കെ എടുത്തിട്ടാട്ടോ പോയിട്ടുണ്ടായത്, മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ബസ്സിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് ബർഗറൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുമ്പോൾ പിന്നെ അതിലൊന്നും കുഴപ്പമില്ല ആൾക്ക്. അവളെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ട് കൂട്ടിയിട്ട് പറഞ്ഞു. അല്ലേ പാപ്പു? ഇന്ന് നമ്മള് ഇപ്പൊ സ്കൂളിലെത്തിട്ടോ. സ്കൂളിലെത്തി. ഇനി ആമീനെ അവളുടെ എന്താ പറയാ സ്കൂളിൽ ഇപ്പോൾ വിടും. ഒരു 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ സ്കൂൾ വിടും. അപ്പൊ സ്കൂളിൽ നിന്ന് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പ്രയറൊക്കെ ഉണ്ട് അവരുടെ. ദേശീയഗാനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അവരിറങ്ങും. അപ്പം ബെല്ലടിക്കും. അപ്പം പാപ്പുവും അമ്മയും കൂടെ, അബ്ബയല്ല അബ്ബ പോയിട്ട് കൂട്ടിയിട്ട് വരും അല്ലേ? സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എല്ലാരും. ഇന്ന് മുതലപ്പോൾ വെക്കേഷൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞ് ആ ഒരു ഫീലിൽ ഇറങ്ങി ഓടാണ് എല്ലാവരും. ആമി ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ആമി ഇതാ എക്സാം ഒക്കെ കഴിഞ്ഞു വന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു ആമി എക്സാം? ഈസി ആയിരുന്നു. അപ്പൊ എക്സാം കഴിഞ്ഞ് ഇനിയിപ്പോ ആമിക്ക് ഒരു അതെ ഇനി ഒരു ബർഗർ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എക്സാം കഴിഞ്ഞ സന്തോഷത്തില് നിനക്ക് എന്തിനാ വാങ്ങിച്ചിരുന്നത്? സോസ്. നിനക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടായോ? ഏത് എക്സാമാ കഴിഞ്ഞ്? ഓ ആയിക്കോട്ടെ. ഇനി വണ്ടിയൊക്കെ നല്ല തിരക്കാന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. ഇവിടെ നിന്നാണ് ആമി ബർഗർ കഴിക്കാൻ പോകുന്നത്. പാപ്പന് വിശക്കുന്നുണ്ടോ? ഇല്ല. ആമീന് ഹോട്ട് ചോക്ലേറ്റ് വന്നിട്ടുണ്ട്. ഇനി എൻ്റെ കോഫി വന്നിട്ടുണ്ട്. പാപ്പന് കോഫി വരുമ്പോൾ എങ്ങനെയുണ്ട് ഹോട്ട് ചോക്ലേറ്റ്? അടിപൊളി അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി അല്ലേ? നമ്മൾ എന്ന് കുടിക്കുന്നേക്കാളും ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ചോക്ലേറ്റീവ് ആണ്. ഇത് വാനിലയാണ്, അതുകൊണ്ട് എത്ര ടേസ്റ്റ് അല്ലേ? അടിപൊളി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പാപ്പു കുടിച്ചു. നിങ്ങളുടെ തന്നയമ്മ നീ കാണില്ല. നീ കാണിച്ച പാപ്പു കാണിച്ച കുഴപ്പമില്ല. ജാമോട്ടിക്ക കഴിക്കണ്ടല്ലേ?
ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ബീഫിൻ്റെ ബാർബിക്യൂ ബർഗറും അതുപോലെ ബീഫിൻ്റെ തന്നെ ഒരു മെക്സിക്കൻ ബർഗറുമാണ് കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫിൻ്റെ ബാർബിക്യൂ ബർഗറാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ഫീലിങ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബീഫ് സ്റ്റീക്കും കൂടെ പറഞ്ഞു കേട്ടോ. അതും നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് നാസിക്ക് അത്രയ്ക്ക് കൊണ്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളൊരു ക്യാപ്പിച്ചിനോ പിന്നെ അതുപോലെ ഒരു വാനില ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അതും നല്ല അടിപൊളി തന്നെയായിരുന്നു. എന്താ വേണ്ടേ? ഫ്രഞ്ച് ഫ്രൈസാ കൊടുക്ക. ആമി ഫുള്ളായി കഴിച്ചിട്ട്. അപ്പം എല്ലാവരും കഴിച്ചു കഴിയൂല്ലേ ആമി? അപ്പം നമ്മൾ വീടെത്തിയിട്ടോ. അപ്പോൾ ആമി ഇതാ വന്നിട്ടുണ്ട്. ഇനി പറഞ്ഞു ആമി വന്നിട്ടുണ്ടെന്നല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് വന്നത്. ആമിക്ക് ജലദോഷം ഉണ്ടോ? കണ്ണിങ്ങനെ. ഓക്കെ, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്ത് ബർഗർ ഞാൻ വിചാരിച്ചു അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പോയി വന്നിട്ട് പറയുന്നത്. സ്കൂളിൽ നല്ല എക്സാം ആയിരുന്നു. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ വീണ്ടും മിസ്സിനെ പിന്നെ എനിക്ക് എൻ്റെ ഫോട്ടോ കിട്ടിയോ? ആമിൻ്റെ സ്കൂൾ ഫോട്ടോ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം അത് കാണിക്കാം. വേണ്ട. ഓ അടിപൊളി. ആമീൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഉള്ള അടിപൊളി ഫോട്ടോ. അതൊക്കെ നമുക്ക് ഫ്രെയിം ചെയ്യാൻ കൊടുക്കാൻ പറ്റും. കുറേ ഉണ്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ആമീൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂള്. ആമി ഇനി 5th കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇയർ 6th ആളാണ്. സ്കൂളൊക്കെ വരുന്നതാണ് ഗായ്സ്. ക്രാഫ്റ്റ് പെയിന്റ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം. എക്സൈറ്റ്മെന്റിലാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പം ഇനി ആമി പോയി റെസ്റ്റ് എടുക്കുകയാണ്. ഇന്ന് ആമി ഫുൾ ടാബൊക്കെ എടുത്ത് കളിച്ച് എൻജോയ് ചെയ്യുന്ന ദിവസമാണ്. ഇന്നല്ല എന്നും. ഇന്നത്തെ വീഡിയോ എത്രയെങ്കിലും അത് മടക്കല്ലേ? ഇന്നത്തെ വീഡിയോ എത്രയെങ്കിലും പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.